നിങ്ങളുടെ എല്ലാ സൊല്യൂഷൻസും 2 സ്റ്റെപ്പിൽ നിർത്താൻ പറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി അവിടെ എഴുതുന്ന സമയം കുറയും, ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ എടുക്കുന്ന സമയം കുറയും. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആ ക്വസ്റ്റ്യൻസിനെ ഒരു 20 to 30 സെക്കൻഡ്സിനകത്ത് തന്നെ നിർത്താൻ പറ്റും. അപ്പോൾ 7 into 1.5, അപ്പോൾ 7ഉം 7ന്റെ പകുതി 3.5 കൂടി പ്ലസ് ചെയ്യുമ്പോൾ 10.5 വരും. അതിനെ ഡിവൈഡ് ബൈ 4 മൈനസ് 28ന്റെ പകുതി 14, അപ്പോൾ 2.8 ആദ്യമായിട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയവരൊക്കെ ആണെങ്കിൽ എൻട്രി നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു IBPS RRBക്ക് വേണ്ടി റീജിയണൽ റൂറൽ ബാങ്കിന് വേണ്ടി ഒരു സ്പെഷ്യൽ ബാച്ച് ലോഞ്ച് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന്റെ അഡ്മിഷൻസ് ഓൾറെഡി ഓൺഗോയിങ് ആണ്. അപ്പോൾ ഈ ഒരു ബാച്ചിലുള്ള ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നിങ്ങളെ പ്രിലിംസ് ക്ലിയർ ചെയ്യുവാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ ഞാൻ ആ ബ്രാക്കറ്റ് എടുത്തില്ലെങ്കിൽ പോലും നമുക്ക് ആ ഡിവൈഡഡ് ബൈ 24നെ എന്തെന്നാക്കാം, ബൈ 24 എന്നാക്കാൻ പറ്റും. ഇനി അപ്പുറത്തുള്ള സിറ്റ്സ് നമ്മൾ ഇങ്ങനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുവാണെങ്കിലും അതും ഇൻ ഫോം ഓഫ് ഡിവിഷൻ ആയിരിക്കും വരുന്നത്. സോ അതും താഴേക്ക് വരും. ഓക്കെ, ഹായ്, വെൽക്കം ടു എൻട്രിയ. നമ്മൾ IBPS RRBയുടെ എക്സാമിന് വേണ്ടിയുള്ള സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ക്വാണ്ടിറ്റി ആപ്റ്റിറ്റ്യൂഡിന്റെ ഓൾറെഡി ഒരു സിംപ്ലിഫിക്കേഷൻ്റെ ഒരു സീരീസ് നമ്മൾ കണ്ടു. അപ്പോൾ ഇത് അതിന്റെ രണ്ടാമത്തെ പാർട്ടാണ്, സെക്കൻഡ് പാർട്ടാണ്. നമ്മൾ ഇതിലും നമ്മുടെ സിംപ്ലിഫിക്കേഷൻ ആൻഡ് റിമൈനിങ് ക്വസ്റ്റൻസ് ആണ് നോക്കുന്നത്. ബിക്കോസ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം സിംപ്ലിഫിക്കേഷൻ നമുക്ക് 15 ക്വസ്റ്റൻ ആണ് എക്സാമിൽ ചോദിക്കുന്നത്. സോ ഒരു വളരെ ഇമ്പോർട്ടന്റ് ഏരിയ ആണ്. അപ്പോൾ നമുക്ക് ഡയറക്ട്ലി ആ ഒരു ക്വസ്റ്റൻസിലേക്ക് തന്നെ നമുക്ക് പോവാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന പോലെ തന്നെ നമ്മളൊരു ടൈമർ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ചെയ്തു പോകാം. ആൻഡ് ചില ക്വസ്റ്റ്യൻസ് നമുക്ക് ആ ഒരു 20 സെക്കൻഡിൽ നിൽക്കത്തില്ല, പക്ഷേ മോസ്റ്റ് ഓഫ് ദി ക്വസ്റ്റ്യൻസും നമുക്ക് 20 സെക്കൻഡിൽ ചെയ്യാൻ പറ്റും. ആൻഡ് അത് കൂടാതെ തന്നെ നമുക്ക് ഒരു സ്റ്റെപ്പിൽ അല്ലെങ്കിൽ മാക്സിമം 2 സ്റ്റെപ്പിൽ തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളും പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, ദാറ്റ് ഒരുപാട് സമയം എടുക്കുന്നത് ഒരുപാട് എഴുതുമ്പോഴാണ്. അപ്പോൾ ആ ഒരു എഴുതുന്നത് കുറച്ച് നിങ്ങളുടെ എല്ലാ സൊല്യൂഷൻസും 2 സ്റ്റെപ്പിൽ നിർത്താൻ പറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി അവിടെ എഴുതുന്ന സമയം കുറയും, ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ എടുക്കുന്ന സമയം കുറയും. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആ ക്വസ്റ്റ്യൻസിനെ ഒരു 20 to 30 സെക്കൻഡ്സിനകത്ത് തന്നെ നിർത്താൻ പറ്റും. അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് ഓവറോൾ ക്വാണ്ടിറ്റി ആപ്റ്റുള്ള ടൈം എന്ത് ചെയ്യത്തുള്ളൂ, അഡ്ജസ്റ്റ് ആവത്തുള്ളൂ. സോ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള പോലെ തന്നെ നമുക്ക് പെട്ടെന്നൊന്ന് സോൾവ് ചെയ്യാം ആ ഒരു ടൈമർ വെച്ചുകൊണ്ട് തന്നെ. സോ നമ്മൾ ഇതൊന്ന് പെട്ടെന്ന് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ആ ഒരു പെർസെൻറ്റേജ് 25% ഓഫ് 160 എന്ന് പറയുമ്പോൾ 1/4 എന്ന് പറയുമ്പോൾ 40, 30% ഓഫ് 120 എന്ന് പറയുമ്പോൾ നമുക്ക് അത് 30 into 260, സോ 100 എന്ന് വരും. 100 എന്ന് പറയുന്നത് ഏതിന്റെ 20% ആണ്, 500ന്റെ 20% ആണ്. സോ ആൻസർ 500 എന്ന് വരും. നോക്കിയാൽ നമുക്കൊരു 15 സെക്കൻഡ് 12 സെക്കൻഡ് ആ ഒരു റേഞ്ചിൽ നമുക്കത് പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആൻസർ 500 ആണ്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ 25% ഓഫ് 160യുടെ 25% എന്ന് പറഞ്ഞാൽ 160യുടെ 1/4. 160യുടെ 1/4 എത്രയാണ്? അതെന്ന് പറയുന്നത് 40 ആണ്. 40 into 4 അല്ലേ നമുക്ക് 160 വരുന്നത്. ദെൻ പ്ലസ് 30% ഓഫ് 200. അപ്പോൾ 30% ഓഫ് 100 എന്ന് പറയുന്നത് 30 തന്നെ. അപ്പോൾ 200 എന്ന് പറയുമ്പോൾ എത്ര വരും? 60 എന്ന് വരും. നമുക്ക് ആ ഒരു 14 60 പ്ലസ് ചെയ്യുമ്പോഴാണ് 100 വരുന്നത്. ആൻഡ് ആ 100 എന്ന് പറയുന്നത് ഏതോ ഒരു വാല്യൂടെ 20% ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 20% ഓഫ് സം നമ്പർ ആണ് ആ ഒരു 100 എന്ന് പറയുന്നത്. നമുക്കറിയാം ഏത് നമ്പറിന്റെ 1/5 എടുക്കുമ്പോഴാണ് 100 വരുന്നതെന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ നമ്മൾ 500ന്റെ 20%, ഓക്കെ, നമ്മൾ 20% ഓഫ് 500 എടുക്കുമ്പോഴല്ലേ നമുക്ക് ഈ പറയുന്ന പെർസെൻറ്റേജും ക്യാൻസൽ ചെയ്ത് ഈ 2 സീറോയും ക്യാൻസൽ ചെയ്താൽ 20 into 500 വരുന്നതാ. സോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ എത്ര വരും? 500 എന്ന് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ എപ്പോഴും ഈ പറയുന്ന 100 കിട്ടിയതിന് ശേഷം അതിനെ ഈ 20% വെച്ച് തന്നെ കമ്പയർ ചെയ്യണമെന്ന് നിർബന്ധമില്ല. നമുക്കൊന്ന് ആലോചിച്ചാൽ മതി, ദാറ്റ് ഈ 100 കിട്ടിയെങ്കിൽ ആ 20% ഓഫ് ഏത് നമ്പർ എടുക്കുമ്പോഴാണ് ആ ഒരു 100 വരുന്നത് എന്നൊന്ന് ആലോചിച്ചാലും മതി, നമുക്ക് വളരെ പെട്ടെന്ന് ആൻസർ കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ പാരലായിട്ട് ഓപ്ഷൻ കൂടി ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി പെട്ടെന്ന് നിങ്ങൾക്ക് ആൻസർ എടുക്കാൻ ഹെൽപ്പ് ചെയ്യും നിങ്ങളേത്. ക്ലിയർ? ഇപ്പോൾ നോക്കിയാൽ ഒറ്റ ഒരു സ്റ്റെപ്പ്, ഒരു വളരെ ചെറിയൊരു സ്റ്റെപ്പ് ആൻഡ് ആൻസർ നമുക്ക് വന്നിട്ടുണ്ട്. അതും നമുക്ക് ഒരുപാട് സമയം എടുത്തില്ല, നമുക്ക് വളരെ ചെറിയൊരു സമയത്തിൻ്റെ തന്നെ നമുക്കത് തീർക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ മുമ്പിലുണ്ട്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് ഇതും സോൾവ് ചെയ്യാം. അപ്പം 1024 എന്ന് 32യുടെ സ്ക്വയർ ആണ്. സോ 32 into 20 ദെൻ ഡിവൈഡ് ബൈ 16 എന്നുണ്ട്. സോ ബൈ 16 പ്ലസ് 14ന്റെ സ്ക്വയർ 196. സോ നമ്മൾ ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 2 എന്ന് വരും. 2 into 20 40 ആണ്. സോ 196ന്റെ കൂടെ നമ്മൾ 40 ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് 236 എന്നായിരിക്കും വരുന്നത് ആൻസർ. സോ അഗെയിൻ നമുക്ക് എനിക്കൊന്ന് ഒരു 15 സെക്കൻഡ് അടുപ്പിച്ച് നമുക്ക് എടുത്തോളൂ അത് ചെയ്യാൻ വേണ്ടി. സോ 236 ഓപ്ഷൻ ഡി ആണ് നമ്മളുടെ ആൻസർ. അപ്പോൾ അഗെയിൻ വളരെ സിമ്പിൾ ആണ്. അപ്പോൾ ഒന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് 1024 എന്ന് പറയുന്നത് അത്യാവശ്യം വളരെയധികം റിപ്പീറ്റ് ആകുന്ന, ബാങ്ക് എക്സാംസിൽ വളരെയധികം റിപ്പീറ്റ് ആവുന്ന ഒരു സ്ക്വയർ റൂട്ട് അല്ലെങ്കിൽ ഒരു നമ്പർ ആണ് അതെന്ന് പറയുന്നത്. അപ്പം 1024 എന്ന് പറയുന്നത് ഏതിന്റെ സ്ക്വയർ ആണ് എന്നുള്ളത് ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കുക. 32യുടെ സ്ക്വയർ ആണ് 1024 എന്ന് പറയുന്നത്. സോ റിമൈനിങ് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ കാണാൻ പറ്റും. ആ ഒരു 1024യുടെ സ്ക്വയർ റൂട്ട് 32, ദെൻ ഇൻറ്റു 20 ഉണ്ടായിരുന്നു, ദെൻ ദാറ്റ് ഡിവൈഡ് ബൈ 16 ഉണ്ടായിരുന്നു. സോ 16ന്റെ ഡബിൾ ആണ് 32. സോ നമ്മൾ ക്യാൻസൽ ചെയ്തപ്പോൾ നമുക്കിവിടെ 2 എന്ന് വന്നു.
2 ഇൻറ്റു 20 നമുക്ക് 40 എന്ന് വരും. ആ 40നെ നമ്മൾ 40ന്റെ സ്ക്വയർ 196ന്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കത് 236 എന്ന ആൻസർ വരും. ഓക്കെ, അഗെയിൻ വളരെ സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റൻ ആയിരുന്നു. നമുക്ക് ഒരു 1 or 2 സ്റ്റെപ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു 2 സ്റ്റെപ്പിൻ്റെ അകത്ത് നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്. ക്ലിയർ? അപ്പോൾ ഐ ഹോപ്പ് നിങ്ങൾക്ക് ആ ഒരു അപ്രോച്ചസ് മനസ്സിലായെന്ന്. അപ്പം നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 30 വരെയുള്ള സ്ക്വയർ നല്ലപോലെ അറിഞ്ഞിരിക്കണം. ആൻഡ് അതിനെ നിങ്ങൾ 30 വരെ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് കഴിയുവാണെങ്കിൽ നിങ്ങൾ അതിനെ എന്ത് ചെയ്യുക, 30 വരെ നിങ്ങൾ പ്രിപ്പയർ ചെയ്തതിനു ശേഷം അതിനെ എവിടെ വരെ എക്സ്റ്റെൻഡ് ചെയ്യുക, 40 വരെ എക്സ്റ്റെൻഡ് ചെയ്യുക. ബിക്കോസ് ഇപ്പോൾ നമുക്ക് എക്സാമിന് ചോദിക്കുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസിലും 40 വരെയുള്ള സ്ക്വയറിലേക്ക് പോകാറുണ്ട്. ഈവൻ 40ന്റെ മേളിലോട്ടും പോകാറുണ്ട്. പക്ഷെ 40ന്റെ മേളിലോട്ട് പോകുന്നത് ചില സെലക്റ്റീവ് നമ്പേഴ്സിലേ പോകാറുള്ളൂ. പക്ഷേ നമുക്കിപ്പം ആ ഒരു 30യുടെ മേളിലോട്ടും സ്ക്വയർസിലേക്ക് പോകാറുണ്ട്. ബിക്കോസ് 30 വരെയാണ് ഒരുപാട് വർഷമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ 40 വരെയുള്ള സ്ക്വയർസ് നോക്കി വെക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അത്രയും നോക്കി വെച്ച ഒരുപാട് നമ്പേഴ്സിന്റെ സ്ക്വയർ റൂട്ടും നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടി വരത്തില്ല. ഓൾറെഡി നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടായിരിക്കും. ഇപ്പോൾ നമ്മളിവിടെ 1024 എന്ന് പറയുന്ന പോലെ. ക്ലിയർ അല്ലേ? അടുത്ത ദിവസത്തിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ കാണാൻ പറ്റും. അവിടെ ആ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് എന്തായാലും ഒരു 20 സെക്കൻഡ് അത് സോൾവ് ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ബിക്കോസ് ആ ഒരു കുറച്ചുകൂടി ഡെസിമൽ വാല്യൂസ് ഒക്കെയാണ് വന്നേക്കുന്നത്. മേ ബി 20 സെക്കൻഡ് അകത്ത് നമുക്ക് നിർത്താൻ പറ്റുമായിരിക്കും. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് അതിനെ ഡെസിമൽസിനൊന്ന് മാറ്റി എടുത്ത് സോൾവ് ചെയ്യണം, അല്ലെങ്കിൽ ഡെസിമലിനെ അതേപോലെ തന്നെ വെച്ചോണ്ട് തന്നെ സോൾവ് ചെയ്യേണ്ടി വരും. ശരി, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ 7 ഇൻറ്റു 1.5, അപ്പോൾ 7ഉം 7ന്റെ പകുതി 3.5 കൂടി പ്ലസ് ചെയ്യുമ്പോൾ 10.5 വരും. അതിനെ ഡിവൈഡ് ബൈ 4 മൈനസ് 28ന്റെ പകുതി 14, അപ്പം 2.8ന്റെ 1.4. ഇനി ഇതൊന്ന് സോൾവ് ചെയ്യുകയാണെങ്കിൽ 10.5 മൈനസ് 4 മൈനസ് 1.6 ബൈ 4. സോ നമുക്ക് ഇവിടുന്ന് അത് 5.6 മൈനസ് ചെയ്യുമ്പോൾ 49 വരും, 4.9 ബൈ 4 എന്ന് വരും. സോ ആൻസറിലേക്ക് വന്നാൽ നമുക്ക് 49 ബൈ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനെ ആ ഒരു ഫോമിലേക്ക് ആക്കുകയാണെങ്കിൽ 49 ബൈ 40 എന്നാക്കേണ്ടി വരും. ഓപ്ഷനിൽ കൊടുത്തേക്കുന്ന ഫോർമാറ്റിലേക്ക് കൊണ്ടുവരണമെങ്കിൽ. സോ അങ്ങനെയാണെങ്കിൽ ആൻസർ 49 ബൈ 40. അപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 21 to 22 സെക്കൻഡ്സ് അടുപ്പിച്ചെടുത്തു നമുക്ക് ഈ ഒരു ആൻസർ കിട്ടാൻ വേണ്ടി. സോ നമുക്ക് അത്യാവശ്യം 20 സെക്കൻഡ് അത് അതും ചെയ്യാൻ പറ്റി. അപ്പോൾ ഏകദേശം ഒരു 2 സ്റ്റെപ്പ് അല്ലെങ്കിൽ 2 സ്റ്റെപ്പ് നമുക്ക് തേർഡ് സ്റ്റെപ്പിൽ നമുക്ക് ആൻസർ വന്നിട്ടുണ്ട് ഇവിടെ. പക്ഷേ അവിടെ തന്നിരുന്ന ആ ഒരു ഓപ്ഷൻ കുറച്ചുകൂടി ഒന്ന് മാറ്റിയാണ് തന്നിരുന്നത്. 4.9 ബൈ 4 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ അതിനെ 49 ബൈ 40 എന്നാണ് കൊടുത്തിരിക്കുന്നത്. ക്ലിയർ? അപ്പോൾ ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് 10 ഇൻറ്റു 1.5, 10 ഇൻറ്റു 1.5 എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അതിനെ പെട്ടെന്ന് എടുക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ പെട്ടെന്ന് എടുക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് 7 ഇൻറ്റു 1.5. അപ്പോൾ 7 ഇൻറ്റു 1.5 എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അതിനെ പെട്ടെന്ന് എടുക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നെങ്കിൽ അതിനെ 7 ഇൻറ്റു 15 എന്നെടുത്തോണ്ട് ബൈ നമ്മൾ അതിനെ 4നെ അങ്ങ് 40 ആക്കി ചെയ്യണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പിൽ തന്നെ 40 വരും. പക്ഷേ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ 40 ആക്കുകയാണെങ്കിൽ നമ്പേഴ്സിനെ നമ്മൾ വലുതാക്കുകയാണ്. അപ്പം നമുക്കത് ചെയ്യാനും കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആയെന്ന് വരാം. സോ അതുകൊണ്ടാണ് ആ ഒരു 4നെ അതേപോലെ തന്നെ കീപ്പ് ചെയ്ത്. അപ്പോൾ 7 ഇൻറ്റു 1 7 ആണ്. ദെൻ 7ന്റെ പകുതി 0.5 എന്ന് പറയുമ്പോൾ 7ന്റെ പകുതി എത്രയാണ്? 3.5 ആണ്. അപ്പോൾ ആ 7 പ്ലസ് 3.5 ആണ് നമ്മൾ എന്ത് എടുത്തിരിക്കുന്നത്? 10.5 എന്ന് എടുത്തിരിക്കുന്നത്. ഇനി ദെൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിവൈഡ് ബൈ 4 എടുത്തിട്ടുണ്ട്. ദെൻ അഗെയിൻ നോക്കിയൊക്കെ 2.8 ഇൻറ്റു 0.5. അപ്പം നോക്കിയൊക്കെ 0.5 എന്ന് രണ്ടുവട്ടം നമുക്ക് അവിടെ വരുന്നുണ്ട് കൈൻഡ് ഓഫ്. അപ്പോൾ 0.5 എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ 50% പകുതി. അങ്ങനെയാണെങ്കിൽ 2.8ന്റെ പകുതി എത്രയാണ്? 1.4 ആണ്. അപ്പോൾ അതാണ് പിന്നെ നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്? ഈ 4നെ കൂടി ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്തു. 4നെ കൂടി ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അഗെയിൻ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്പറിനെ സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾ ഇന്നത്തെ സെഷനിൽ ചെയ്ത പോലെ തന്നെ നമ്മൾ നമ്പേഴ്സിനെ സ്പ്ലിറ്റ് ചെയ്താണ് അപ്രോച്ച് ചെയ്തേക്കുന്നത്. അപ്പം 4 ഇൻറ്റു 1 4, 4 ഇൻറ്റു 4 16, പക്ഷെ ഡെസിമൽ ഉണ്ടായതുകൊണ്ട് 1.6, 16ന് പകരം 1.6 എന്ന് എടുത്തേക്കുന്നത്. അങ്ങനെയാണ് നമുക്കിവിടെ 4ഉം ആ 1.6 വന്നേക്കുന്നത്. മൈനസ് ആയതുകൊണ്ടാണ് നമ്മൾ 2 മൈനസ് എടുത്തേക്കുന്നത്. സോ ജസ്റ്റ് ഒന്ന് മൈനസ് ചെയ്യുക, സോൾവ് ചെയ്യുക, നമുക്ക് ആൻസർ കിട്ടും. ക്ലിയർ? അപ്പോൾ അതും വലിയ സമയമൊന്നും എടുത്തില്ല. നമുക്ക് അത്യാവശ്യം വളരെ പെട്ടെന്ന് തന്നെ ആൻസർ വന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. സോ അടുത്തെയും കുറേ സ്ക്വയറും കുറേ ഡിവിഷനും അങ്ങനെയൊക്കെ ഉള്ള ഒരു നമ്പേഴ്സാണ്. അപ്പോൾ നമുക്കൊന്ന് സോൾവ് ചെയ്ത് പോകാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 72യുടെ സ്ക്വയർ, അപ്പോൾ നമുക്ക് അത് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ തന്നെ 72 ഇൻറ്റു 72 എന്ന് എഴുതാം. ദെൻ ഡിവൈഡ് ബൈ 24 ഉണ്ട്, ഇൻറ്റു 8 ഉണ്ട്. ദെൻ ബ്രാക്കറ്റിന്റെ പുറത്ത് നമുക്കവിടെ 1 ഡിവൈഡഡ് ബൈ 24, സോ 1 ബൈ 24 എന്ന് എടുക്കാം. ഇനി അപ്പുറത്ത് ബൈ 6 ഉണ്ട്, സോ അതിനെ ഇപ്പുറത്ത് കൊണ്ടുവരാം. അങ്ങനെയാണെങ്കിൽ ഒന്ന് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ 24 ക്യാൻസൽ ചെയ്ത് ഇവിടെ 3 എന്നും ഇവിടെ 3 എന്ന് വരും. ഒരു 3യും ഇവിടെ ഒരു 4 കൂടി ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ 2 കൂടി ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ 4 എന്ന് വരും. ഈ 6 ക്യാൻസൽ ആവും. ദെൻ 3 ഇൻറ്റു 4 നമുക്ക് എന്ത് വരും? 12 എന്ന് വരും. അപ്പോൾ ഓൾമോസ്റ്റ് നമുക്കൊരു 20 to 25 സെക്കൻഡ്സ് അടുപ്പിച്ചാണ് നമുക്ക് അവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ എടുത്തത്. അപ്പം അതിന് സമയം എടുക്കാൻ ഒരു മെയിൻ കാരണം എഴുതിയോണ്ടാണ് നമുക്ക് കുറച്ചധികം സമയം എടുത്തത്. അപ്പോൾ പക്ഷെ ഒരു സിംഗിൾ സ്റ്റെപ്പിൽ തന്നെ നമുക്ക് ആൻസർ കിട്ടുന്നുണ്ട് കാണാൻ പറ്റും. ഈ ഒറ്റ സ്റ്റെപ്പേ അവിടെ വന്നിട്ടുള്ളൂ. ഈ ഒരു സ്റ്റെപ്പിൽ തന്നെ നമുക്ക് ആൻസർ കിട്ടുന്നുണ്ട്. സോ നമുക്ക് ഒന്നുകൂടി ഒന്ന് ഡിസ്കസ് ചെയ്യാം.
അപ്പോൾ നമുക്ക് അവിടെ 72യുടെ സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ അതിന്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ പോകുന്നേക്കാളും നല്ലത് 72 × 72 തന്നെ കീപ്പ് ചെയ്യുന്നതാണ്. ബിക്കോസ് നമുക്ക് താഴെ നോക്കി കഴിഞ്ഞാൽ അവിടെ 24 കൊണ്ടുള്ള ഡിവിഷൻ 2 വട്ടം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും, ഞാൻ നേരത്തെ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞിട്ടുണ്ട് ഡിവിഷൻ വീണ്ടും 24 കൊണ്ടുള്ള ഡിവിഷൻ. അപ്പം ഡിവിഷൻ എന്ന് വരുമ്പോൾ അതെല്ലാം നമുക്ക് എന്താവും, നമ്മൾ അതിനെ ഇൻറ്റു ആക്കിയിട്ട് ഇൻവേഴ്സ് എടുക്കുക. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ 24/24 വരുന്നുണ്ട്, ഇവിടെ വീണ്ടും 24 വരുന്നുണ്ട്. സോ അതെല്ലാം വെച്ച് നമുക്ക് 72 കട്ട് ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, നമ്മൾ അതിനെ ആ ഒരു 72ന്റെ സ്ക്വയർ എടുക്കാതെ അങ്ങനെ തന്നെ കീപ്പ് ചെയ്തത്. സോ ദെൻ 24 ഇനി ഒരു ഇൻറ്റു 8 അതിന്റെ ഇടയ്ക്ക് ഇട്ടിട്ടുണ്ട്. സോ ഇൻറ്റു 8, പക്ഷെ അത് കഴിഞ്ഞും പിന്നെ അവിടെ കിടക്കുന്ന പ്ലസോ മൈനസോ ഒന്നും അല്ല, ഇൻറ്റു ഡിവിഷൻ തന്നെ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ബ്രാക്കറ്റിന് അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അവിടെ മൈനസോ പ്ലസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ബ്രാക്കറ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. പക്ഷേ ഇൻറ്റു ഡിവൈഡ് ഒക്കെയാണ് കിടക്കുന്നതെങ്കിൽ നമുക്ക് അവിടെ ബ്രാക്കറ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നോക്കി കൊടുത്താൽ മാത്രം മതി. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇപ്പം ഞാൻ ആ ബ്രാക്കറ്റ് എടുത്തില്ലെങ്കിൽ പോലും നമുക്ക് ആ ഡിവൈഡഡ് ബൈ 24നെ എന്തെന്നാക്കാം, ബൈ 24 എന്നാക്കാൻ പറ്റും. ഇനി അപ്പുറത്തുള്ള 6 നമ്മൾ ഇങ്ങനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുവാണെങ്കിലും അതും ഇൻ ഫോം ഓഫ് ഡിവിഷൻ ആയിരിക്കും വരുന്നത്. സോ അതും താഴേക്ക് വരും. ഓക്കെ, ഇപ്പൊ നമ്മൾ ബ്രാക്കറ്റ് ഇട്ടിട്ടില്ല, നേരത്തെ നമ്മൾ ബ്രാക്കറ്റ് അടക്കി ഇട്ടാണ് ചെയ്തു പോയത്, ഇപ്പൊ ബ്രാക്കറ്റ് ഇട്ടിട്ടേ ഇല്ല. ഇനി ചുമ്മാ ഒന്ന് ക്യാൻസൽ ചെയ്തെടുത്താൽ തന്നെ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ക്യാൻസൽ ചെയ്യാൻ നേരത്ത് നമുക്ക് വളരെ പെട്ടെന്ന് ക്യാൻസൽ ചെയ്യാൻ, നിങ്ങൾക്ക് മേളിൽ ചെയ്തതിനേക്കാളും പെട്ടെന്ന് ക്യാൻസൽ ചെയ്യുന്ന വീണ്ടും കാണിച്ചു തരാം. 24 × 3 ആണ് 72 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് ഒരു 24ഉം ഇവിടുന്ന് ഒരു 3ഉം അങ്ങ് എടുക്കുവാണെങ്കിൽ ഒരു 72 ഇവിടുന്ന് അങ്ങ് ക്യാൻസൽ ആകും. ഇനി നമുക്ക് വീണ്ടും നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ 24 ഉണ്ട്. ആ 24 വെച്ച് 72നെ ക്യാൻസൽ ചെയ്താൽ 3 ടൈംസ് പോകും. ഇവിടുത്തെ 2 വെച്ച് നമ്മൾ ഇവിടുത്തെ 8നെ ക്യാൻസൽ ചെയ്താൽ നമുക്ക് 4 ടൈംസ് പോകും. അങ്ങനെയാണെങ്കിൽ 3 × 4 നമുക്ക് എന്തെന്ന് വരും, 12 എന്ന് നമുക്ക് ആൻസർ വരും. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ട് ജസ്റ്റ് ഒന്ന് എഴുതി നമ്മൾ അതിനെ ക്യാൻസൽ ചെയ്തു. നമുക്ക് ആൻസർ 12 എന്നാണ് നമുക്ക് ആൻസർ വരുന്നത്. ക്ലിയർ? അപ്പോൾ ഇവിടെ നമുക്കൊരു 20-25 സെക്കൻഡ്സ് അടുപ്പിച്ച് എടുത്തു. നമുക്കിവിടെ നമുക്ക് ഈ സെഷനിലെ ലാസ്റ്റ് ക്വസ്റ്റിനിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ അടുത്ത സിംപ്ലിഫിക്കേഷൻ്റെ ക്വസ്റ്റ്യൻ, അപ്പോൾ അവിടെയും കുറേ ഡിവിഷനും ഡെസിമലും എല്ലാം തന്നിട്ടുണ്ട്. പക്ഷെ അത്രയും വലിയ പ്രശ്നമില്ല, ബിക്കോസ് നമുക്കിവിടെ 5ഉം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇൻറ്റു ചെയ്യുന്ന വലിയ ബുദ്ധിമുട്ട് കാണത്തില്ല. അപ്പോൾ നമുക്കൊന്ന് പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് സോൾവ് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ 2160 എന്ന് പറയുന്നത് 6ന്റെ ക്യൂബ്, 2160 എന്ന് പറയുന്നത് 6ന്റെ ക്യൂബാണ്. സോ 36 6ന്റെ സ്ക്വയറും, അങ്ങനെയാണെങ്കിൽ അത് ക്യാൻസൽ ചെയ്ത് 6 എന്ന് വരും. ദെൻ -5 × 8.2, അപ്പോൾ 8.2 4.2, അപ്പോൾ അതിന്റെ പകുതി എന്ന് പറയുന്നത് 4.1, 82യുടെ പകുതി 41. സോ അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് നമ്മൾ ആ ഒരു 0 കൂടി അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ പോയിന്റ് വരത്തില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് 60ൽ നിന്ന് നമുക്ക് ആ ഒരു 41 മൈനസ് ചെയ്യുമ്പോൾ 19 എന്ന ആൻസർ വരും. സോ ഓപ്ഷൻ ഇ 19. അപ്പോൾ അവിടെ ചെറിയൊരു ലാഗ് വന്നു, അത് ഇവിടെ എടുത്തപ്പോൾ അല്ലെങ്കിൽ പറഞ്ഞപ്പോൾ മാറ്റി പറയാൻ വന്നപ്പോൾ വന്ന ഒരു ലാഗാണ്. ബട്ട് അതർവൈസ് നമുക്കത് വളരെ പെട്ടെന്ന് തന്നെ ആൻസർ വരുമായിരുന്നു. സോ ആൻസർ 19 എന്ന് വന്നു. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഇത് ഇത്രയും പെട്ടെന്ന് എങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കണമെങ്കിൽ നമ്മൾ ഒരു നമ്പറിനെ 5 കൊണ്ട് എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. നമ്മൾ നമ്പറിനെ 5 കൊണ്ട് എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 32 × 5 ചെയ്യണമെങ്കിൽ അതിനെ പെട്ടെന്ന് എടുക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് നമ്പറിനെയാണോ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് ആ നമ്പറിന്റെ ഹാഫ് എടുക്കുക. ഇപ്പോൾ 32യുടെ ഹാഫ് എത്രയാണ്, 16 ആണ്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ ഒരു 0 കൂടി ഇട്ട് കൊടുക്കുക, നിങ്ങൾക്ക് ആൻസർ കിട്ടും. അങ്ങനെയാണ് നമ്മൾ ആ ഒരു 5 × 8.2നെ വളരെ പെട്ടെന്ന് എടുക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഒരു ഓഡ് നമ്പർ ആണ് വരുന്നെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലെറ്റ്സ് സേ 49. ഓക്കെ, 49 × 5 എടുക്കണം. എന്താ ചെയ്യേണ്ടത്, 49ന്റെ ഹാഫ് എടുക്കുക. അപ്പോൾ 49ന്റെ ഹാഫ് എന്ന് പറയുന്നത് എത്രയാണ്, 48ന്റെ ഹാഫ് എത്രയാണ്, 24 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 49 എത്ര ആയിരിക്കും, 24.5 ആയിരിക്കും. പക്ഷേ നമ്മൾ അതിനുശേഷം ഒരു 0 ഇട്ട് കൊടുക്കുന്നില്ലേ, അപ്പോൾ 0 ഇട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ 24.5 ആണ് 49ന്റെ ഹാഫ്. പക്ഷെ നമ്മൾ ആ പോയിന്റ് ഇടുക വേണ്ട, ജസ്റ്റ് 245 അങ്ങ് എടുത്താൽ മതി, അതാണ് ആൻസർ. നോക്കിയാൽ ഇങ്ങനെയാണ് നമ്മൾ അതിനെ വളരെ പെട്ടെന്ന് എടുക്കുന്നത്. എന്ത് ചെയ്യുക, ഏത് നമ്പറിനെയാണോ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് അതിന്റെ ഹാഫ് എടുക്കുക, ദെൻ അതിന്റെ കൂടെ ഇൻറ്റു 10 അല്ലെങ്കിൽ ഒരു 0 ഇട്ട് കൊടുക്കുക എന്നൊരു ആംഗിളിലാണ് ചെയ്യുന്നത്. അത് തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്തേക്കുന്നത്. നമ്മൾ ആ 5 × 8.2 എന്ന് പറയുമ്പോൾ ആ ഒരു 8.2ന്റെ പകുതി എത്ര വരും, 4.1 എന്ന് വരും. അപ്പോൾ അങ്ങനെയാണ്. ആൻഡ് ദെൻ നമ്മൾ ആ ഒരു 0 കൂടി ഇട്ട് കൊടുക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ 0 കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ പോയിന്റ് എന്ത് ചെയ്യും, അങ്ങ് പോകും. അങ്ങനെയാണ് നമുക്ക് അവിടെ എന്ത് വരുന്നത്, 41 വരുന്നത്. അപ്പോൾ അവിടെ നമുക്ക് 4.1 അല്ല 41 ആണ് വരുന്നത്. പക്ഷെ നമ്മൾ എടുക്കുമ്പോൾ ആദ്യം നമുക്കത് 4.1 ആയിരിക്കും മൈൻഡിൽ വരുന്നത്. ദെൻ ആ 0 കൂടി ഇട്ട് കൊടുക്കുമ്പോൾ അത് 41 ആകുകയാണ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ എഗെയിൻ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ആൻസർ വന്നു, ഒരുപാട് സമയം എടുത്തില്ല. നമുക്ക് അവിടെ പറഞ്ഞപ്പോൾ വന്നൊരു ചെറിയ ലാഗ് കാരണം ഒരു ഇച്ചിരി സമയം എക്സ്ട്രാ എടുത്തത്. അപ്പോൾ ഇത് പറഞ്ഞ് ചെയ്ത് പോകുമ്പോൾ തന്നെ നമുക്കൊരു 20 സെക്കൻഡ് 25 സെക്കൻഡേ എടുക്കുന്നുള്ളൂ. അപ്പോൾ പറയാതെ ജസ്റ്റ് അങ്ങ് സൊല്യൂഷൻ ചെയ്യുകയാണെങ്കിൽ അത്രയും പോലും എടുക്കത്തില്ല, ഒരു പ്രോപ്പർ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ. ഈ ഒരു രീതിയിലാണ് നമ്മൾ സിംപ്ലിഫിക്കേഷൻ്റെ ക്വസ്റ്റൻസിനെ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇന്നലെ നമ്മൾ കുറേ സിംപ്ലിഫിക്കേഷൻ ക്വസ്റ്റൻസ് കണ്ടു, ഇന്നും കുറേ സിംപ്ലിഫിക്കേഷൻ ക്വസ്റ്റൻസ് കണ്ടു. അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മുടെ ഈ IBPS RRB ക്ലർക്ക് 2023 ചോദിച്ച ക്വസ്റ്റൻസ് കൂടിയാണ്.
അപ്പോൾ ഈ ക്വസ്റ്റൻസിനെയൊക്കെ തന്നെ നമുക്കൊരു 20 സെക്കൻഡ് നിർത്താൻ പറ്റും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി. കാരണം 20 സെക്കൻഡ് പോലും എടുക്കത്തില്ല. ആക്ച്വലി നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പറഞ്ഞു ചെയ്യുമ്പോഴാണ് 20 സെക്കൻഡത്തോളം എങ്കിലും എടുക്കുന്നത് പറയാതെ. അപ്പോൾ പറയാനൊരു എഫോർട്ട് ഇടാതെ തന്നെ നമ്മൾ ചുമ്മാ ജസ്റ്റ് നമ്മുടെ മൈൻഡ് കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ എഴുതി മാത്രം അങ്ങ് സോൾവ് ചെയ്യുകയാണെങ്കിൽ അത്രയും സമയം എടുക്കത്തില്ല. നിങ്ങൾക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ആ രീതി നിങ്ങൾ ചെയ്തു. അപ്പോൾ ഇതേപോലത്തെ ഒരു പ്രോപ്പർ പ്രാക്ടീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ IPPS RRBയുടെ എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ, ഓർ എസ്പെഷ്യലി ആദ്യമായിട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയവരൊക്കെ ആണെങ്കിൽ എൻട്രി നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു IPPS RRBക്ക് വേണ്ടി റീജിയണൽ റൂറൽ ബാങ്കിന് വേണ്ടി ഒരു സ്പെഷ്യൽ ബാച്ച് ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ അഡ്മിഷൻസ് ഓൾറെഡി ഓൺഗോയിങ് ആണ്. അപ്പോൾ ഈ ഒരു ബാച്ചിലുള്ള ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ പ്രിലിംസ് ക്ലിയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മെയിൻസിൻ്റെ കോച്ചിങ്ങിനോ ഇൻ്റർവ്യൂയുടെ കോച്ചിങ്ങിനോ വേണ്ടി ഒരു സെപ്പറേറ്റ് വേറെ ഒരു കോച്ചിങ്ങിൻ്റെയോ ഒന്നിൻ്റെയോ ആവശ്യം വരത്തില്ല. നിങ്ങൾക്ക് ആ ഒരു കോച്ചിങ് ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ കിട്ടും. നിങ്ങൾ പ്രിലിംസ് ക്ലിയർ ചെയ്യുവാണെങ്കിൽ, ഓക്കെ, നിങ്ങൾ പ്രിലിംസ് ക്ലിയർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മെയിൻസിന്റെയും ഇന്റർവ്യൂയുടെയും പ്രിപ്പറേഷൻസ് ഇവിടെ തന്നെ ലഭിക്കുന്നതായിരിക്കും, ഫ്രീ ആയിട്ട്, കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഹൈലൈറ്റ് എന്ന് പറഞ്ഞത്. ഇത് കൂടാതെ തന്നെ നമുക്ക് നിങ്ങൾക്ക് മെന്റേഴ്സിന്റെ സപ്പോർട്ട് ഉണ്ട്, എക്സ്പെർട്ട് ഫാക്കൽറ്റീസിന്റെ ക്ലാസ്സസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അതുപോലെ ഇഷ്ടം പോലെ സ്റ്റഡി മെറ്റീരിയൽസും വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള മോക്കും ആ മോക്സിന്റെ നിങ്ങളുടെ പ്രോഗ്രസ് ഒക്കെ ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ആപ്പ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾ വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും, വളരെ നല്ലൊരു എന്താ പറയുക, പ്രിപ്പറേഷന് വേണ്ടിയുള്ള ഒരു ഐഡിയ ആയിരിക്കും നിങ്ങളുടെ ഈ ഒരു സ്പെഷ്യൽ ബാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു IPPS RRBക്ക് വേണ്ടിയൊക്കെ വളരെ ഫോക്കസ് ചെയ്ത് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബാച്ച് ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ബാച്ചിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി നിങ്ങൾക്ക് ആ ഒരു കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ആ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് അവിടെ ഓഫർ പ്രൈസസ് ഒക്കെ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് ആ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. നിങ്ങളുടെ പ്രിപ്പറേഷൻസ് എത്രയും വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ഈ ഒരു സീരീസ് നിങ്ങളുടെ ആ ഒരു പ്രിപ്പറേഷന് വേണ്ടിയാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങൾ ക്ലിയർ ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതെന്നുള്ളതും അറ്റ് ദ സെയിം ടൈം എങ്ങനെ ആ ക്വസ്റ്റ്യൻസിനെ വളരെ പെട്ടെന്ന് ചെയ്യാമെന്നുള്ളതും നമ്മൾ യൂഷ്വലി ചെയ്യുന്ന അപ്രോസസ് തന്നെയാണോ ശരിക്കും കോമ്പറ്റേറ്റീവ് എക്സാം യൂസ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഒരു ക്ലിയർ ഐഡിയ കിട്ടും. അപ്പം ഡെഫിനറ്റ്ലി ഇത് ഡെയിലി ഫോളോ ചെയ്തുകൊണ്ടിരിക്കും. ആദ്യമായിട്ട് വരുന്ന ഒരാളാണെങ്കിൽ, ഈ ഒരു സീരീസ് ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ, ഇന്നലെ നമ്മൾ ഇതിന്റെ ഓൾറെഡി സിംപ്ലിഫിക്കേഷൻ്റെ ക്വസ്റ്റ്യൻ പോയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അത് ചാനലിൽ ചെന്ന് കാണാവുന്നതാണ്. ആൻഡ് ഇനി വരുന്ന ദിവസങ്ങളിലും ഇത് ഇങ്ങനെ കണ്ടിന്യൂസ്ലി വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ പ്രീവിയസ് ക്വസ്റ്റൻസ് എല്ലാം തന്നെ കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കറക്റ്റായിട്ട് അത് ഫോളോ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നുണ്ടെങ്കിൽ ചാനലും ഫോളോ ചെയ്യുക. സോ ദാറ്റ് നിങ്ങൾക്ക് ആ ഒരു ഇനി വരുന്ന ഒരു ദിവസത്തെ സീരീസ് പോലും മിസ് ആവാതിരിക്കാൻ ഡെഫിനറ്റ്ലി കണ്ടിന്യൂ ഫോളോ ചെയ്തുകൊണ്ടേ ഇരിക്കുക, കണ്ടിന്യൂസ്ലി പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. നമുക്ക് വരുന്ന ദിവസങ്ങളിൽ ബാക്കി രീതിയിലെ റിമൈനിങ് ക്വസ്റ്റൻസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.